സത്യവചനം ചൊല്ലിക്കൊടുക്കുവാനായി പുഷ്പേരി ഫാർമസി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളും ഫാർമസി പ്രാക്ടീസ് HODയുമായ ഡോക്ടർ മാലിനി എസിനെ ക്ഷണിക്കുന്നു. ഓത്ത് ടേക്കിംഗ് സെറമണിക്കായി എല്ലാ ഗ്രാജുവേറ്റ്സും എഴുന്നേറ്റ് നിൽക്കുക. Dear graduates, please stretch your right hand straight and follow the words. I swear by the Code of Ethics of Pharmacy Council of India in relation to the community and shall act as an integral part of healthcare team. I shall uphold the laws and standards governing my profession. I shall strive to perfect and enlarge my knowledge to contribute to the advancement of pharmacy and public health. I shall follow the system which I consider best for pharmaceutical care and counseling of patients. I shall endeavor to discover and manufacture drugs of quality to alleviate sufferings of humanity. I shall uphold in confidence the knowledge gained about the patients in connection with my professional practice and never divulge unless compelled to do so by the law. I shall associate with organizations having their objectives for betterment of the profession of pharmacy and make contribution to carry out the work of those organizations. While I continue to keep these oaths unviolated, may it be granted to me to enjoy life and the practice of pharmacy respected by all at all times. Should I trespass and violate this oath, may the reverse be my lot. Thank you. Thank you, ma'am. Graduates, you may now move your tassels from right to left to signify your graduation. Congratulations, Form D batch of 2024, our dear Chrysatos. We are all so proud of you. ABHന്റെ ബർത്ത്ഡേയും ആയതിനാൽ കേക്ക് മുറിച്ച് മധുരം പങ്കിടാനായി ABHനെയും എല്ലാ വൈദികരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. This cake is sponsored by Cutie Pie. Happy birthday to you. Happy birthday to you. Birthday song. Celebration all night long. May all your dreams come true. We sing all together. Happy birthday to you. നമ്മുടെ കോളേജിലെ PTAക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ റോബിൻ പീറ്റർ അവറുകളെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആദരണീയനായ ബിജു വർഗീസ് അച്ഛൻ നമുക്കിവിടെ അനുഗ്രഹ പ്രഭാഷണം നൽകുകയും നമ്മുടെ ഈ പുഷ്പഗിരി സ്ഥാപനങ്ങളെയെല്ലാം വളർച്ചയുടെ ഉയർച്ചയുടെ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നമ്മുടെ ആത്മീയ പിതാവ് കൂർലോസ് പിതാവ് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു സന്ദേശം നൽകിയ ആദരണീയനായ
ഡോക്ടർ വിനോദ് വി തോമസ് സാറും, ഏറ്റവും ആദരണീയനായ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സന്തോഷ് മാത്യു സാറും, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കഴിഞ്ഞ ഏറെ വർഷക്കാലമായി നിസ്തുലമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയനായ എബി അച്ഛൻ, കോളേജിലെ വൈസ് പ്രിൻസിപ്പൽമാരായിട്ടുള്ള ജിനു ജോസഫ് മാഡം, ഡോക്ടർ മാലിനി എസ് മാം, സാന്ദ്ര ആൻഡ് സജി, റാണി മഞ്ജു, ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള അധ്യാപക ശ്രേഷ്ഠർ, രക്ഷകർത്താക്കൾ, ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥികളായിട്ടുള്ള ഫാം ഡി കോഴ്സ് ഇവിടെ ഗ്രാജുവേഷൻ ഏറ്റുവാങ്ങിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷവും അഭിമാനവും അതിലേറെ ഈശ്വര അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. പുഷ്പഗിരി ഫാർമസി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവരുടെ എല്ലാം പേരിനോട് ഒപ്പം ഡോക്ടർ എന്നുള്ള പദവി ചേർക്കപ്പെട്ട ഫാം ഡി കോഴ്സിൻ്റെ 7ാമത്തെ ബാച്ചാണ് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. ഇവിടെ അഭിമന്യ പിതാവും ഉദ്ഘാടകനും നമ്മുടെ പ്രിയങ്കരനായ എംപിയും ബഹുമാനപ്പെട്ട ബിജു അച്ഛനും എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഒരുപക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ഫാർമസി കോളേജായി മാറുന്നു എന്നത് ഓരോ വർഷവും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയും. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ കുട്ടികൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ ഉയർച്ചയുടെ പടവുകൾ കടന്ന് മുന്നേറുന്ന ഏറെ അഭിമാനകരമായ ഒരു കാഴ്ചയാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നത്. പരിമിതികളും അല്ലെങ്കിൽ പോരായ്മകളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് വളരെ കുറവാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ 6 വർഷങ്ങൾ അല്ലെങ്കിൽ 6 ബാച്ചുകൾ പൂർത്തീകരിച്ച് 7ാമത്തെ ബാച്ചിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഈ ഗ്രാജുവേഷൻ ഏറ്റുവാങ്ങുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 1ാമത്തെ ബാച്ചിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന അത്തരത്തിലുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമോ ഇന്ന് മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒന്നാണ്. തീർച്ചയായും നിങ്ങൾ വരുംകാല നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി, ഇവിടെ എല്ലാവരും അത് സൂചിപ്പിച്ചു. പുതിയ കാലഘട്ടത്തിൽ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ അത് ആത്മാർത്ഥതയോടെയും അർപ്പണ മനോഭാവത്തോടെയും സത്യസന്ധതയോടെയും നിറവേറ്റിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ നിങ്ങളുടെ ഈ ഗ്രാജുവേഷൻ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ആശംസിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇവിടെ എല്ലാവരും ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും പിതാവും എല്ലാം സൂചിപ്പിച്ചതുപോലെ കാലങ്ങൾ മാറുന്നു, പുതിയ രോഗങ്ങൾ വരുന്നു, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടുന്നു. അവിടെയെല്ലാം ഇവിടെ ഉദ്ഘാടകൻ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പഠനം അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നാളുകളിലെല്ലാം പുതിയ പഠനങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കാര്യങ്ങളുമൊക്കെ അതിനനുസരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയണം. ഒരു ജോലി ലഭിക്കുക എന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ വലിയ സ്വപ്നമാണ്. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള ജോലികൾ ലഭിക്കപ്പെടുമ്പോൾ നമ്മുടെ ചിന്താഗതിയിലുണ്ടാകുന്ന ഈ സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ആ പ്രതിബദ്ധത അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ പലപ്പോഴും ഇന്ന് ഏറെ ലോകവും സമൂഹവുമെല്ലാം രാജ്യവുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്.
തീർച്ചയായും അത്തരമുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏതു മേഖലയിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഈശ്വര വിശ്വാസത്തോടു കൂടി നമ്മുടെ മുമ്പിലെത്തുന്ന ഏതൊരാളോടും സ്നേഹപൂർവ്വവും അല്ലെങ്കിൽ സൗഹാർദ്ദപൂർവ്വവും ഒക്കെ ഇടപെടാനും അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി നമ്മളിൽ ഈശ്വരൻ നൽകിയ ഈ അനുഗ്രഹീതമായിട്ടുള്ള ഈ കഴിവുകൾ ബിജു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 30 പേർക്ക് മാത്രമാണ് ഓരോ വർഷവും ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. എത്രയോ വിദ്യാർത്ഥികൾ, നമ്മളോടൊപ്പമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ലഭ്യമാകാതെ പോയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല ഈ മേഖലയിൽ മികവ് പുലർത്തുന്നവരായി നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഇവിടെ ആശംസകളായി നേരുന്നു. രക്ഷകർത്തൃ സമിതിയുടെ ഞാനിവിടെ വളരെ അവിചാരിതമായി PTA പ്രസിഡൻ്റായ ഒരാളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് കാര്യങ്ങളിലും നമ്മുടെ സിസ്റ്റർമാർ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മുടെ കുട്ടികളുമായി ചേർന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ ഉയർച്ചയുടെ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയട്ടെ. PTA ഏർപ്പെടുത്തിയ ഓരോ വർഷവും മികച്ച വിജയം നേടുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ മേഖലകളിൽ മികവ് പുലർത്തുന്നവരെ ആദരിക്കപ്പെടുക, അവർക്ക് ക്യാഷ് അവാർഡ് നൽകുക എന്നത് ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ സന്തോഷ് സാറും ഉൾപ്പെടെയുള്ള രക്ഷകർത്തൃ സമിതി എടുത്ത ഒരു തീരുമാനമാണ്. അത് ഈ വർഷം കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി രക്ഷകർത്തൃ സമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ ഇനിയും അനുഗ്രഹങ്ങൾ നൽകട്ടെ. നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ആഗ്രഹമനുസരിച്ച്, അവരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ ഭാവി ജീവിതം ഏറ്റവും ഭാസുരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എബിഎച്ചന് എല്ലാവിധമായ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Representing the student body, calling forth Dr. Sandra and Saji to share her memorable days and her vivid experiences along these 6 years. Good afternoon, respected dignitaries on the dais and off the dais, our dearest parents, teachers, juniors, and the shining stars of today's event, the reason for today's celebration, the graduating batch of PharmD 2018-24. As I stand before you all, I cannot explain my feelings. This journey of 6 years has been a whirlwind of emotions for us all, overcoming adversities, embracing failures, the excitement for new beginnings, and the bittersweet memories that we shared together. It has definitely been a memorable ride and a humbling experience. Hope is being able to see that there is light despite all of the darkness. ഞങ്ങളുടെ ഗ്രാജുവേഷൻ നെയിം എസ്പോർ, മീനിങ് ഹോപ്പ്, ഏറ്റവും ഉചിതമാണ്. കാരണം ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിട്ട എല്ലാ പ്രതിസന്ധികൾക്കും മധ്യേ we never lost our hope. Amidst the uncertainties of college life, we kept moving forward. The hope our teachers had in us, the hope our parents had, not doubting our abilities even for a second. The hope that we want to pass on to our dear juniors, that if we can do it, so can each one of you. And the hope to a brighter future as we embark onto the next phase of our lives. ഈ 6 വർഷത്തെ കലാലയ ജീവിതം ഒരിക്കലും കുറച്ച് മിനിറ്റുകൾ കൊണ്ട് സംഗ്രഹിക്കാനാവുന്നതല്ല. എന്നാലും കഴിഞ്ഞ നാളുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഫസ്റ്റ് ഇയറിൽ ലാൻസെറ്റ് ഉപയോഗിക്കാൻ പഠിച്ചും രുചിച്ചും മണത്തും ഓർഗാനിക് കെമിസ്ട്രി സോൾട്ട് അനാലിസിസ് ചെയ്ത് പഠിച്ചും ബയോ കെമിസ്ട്രിയിൽ ഗ്ലൈക്കോജീനോലൈസിസ് ഗ്ലൂക്കോജെനസിസ് തെറ്റാതെ വരച്ച് പഠിച്ചും വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ ഫാർമക്കോളജി എന്ന വിഷയം ഞങ്ങളെ ആകെ മൊത്തം പേടിപ്പിച്ചുവെങ്കിലും നോസിയ, വൊമിറ്റിംഗ്, ഡയറിയ, ഈ 3 സൈഡ് എഫക്ട്സും പിന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻസും കൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സായത് ഇന്നും ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. അങ്ങനെ സെക്കൻഡ് ഇയർ ഞങ്ങൾ എക്സാമൊക്കെ പാസ്സായി. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ടൂറൊക്കെ പോയി സ്പോർട്സ് ഡേയുടെ ക്ഷീണം തീർക്കാൻ 2 ദിവസം വീട്ടിൽ പോയതിന് ശേഷം കോവിഡ് മഹാമാരി ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നാളുകളായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ ഉറങ്ങി പഠിച്ച ഞങ്ങൾ മെഡിസിനൽ കെമിസ്ട്രി സ്ട്രക്ചേഴ്സൊക്കെ എയറിൽ വരച്ച് പഠിച്ച് തേർഡ് ഇയർ എന്ന ആ വലിയ കടമ്പയും അതിസാഹസികമായി തീർത്തു. ഫോർത്ത് ഇയർ കയറിയപ്പോഴായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് വന്ന ഞങ്ങൾക്ക് നഷ്ടമായ കോളേജ് ദിവസങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. ഫിഫ്ത്ത് ഇയറിൽ പ്രൊജക്ട്സ്, പിന്നെ ക്ലിനിക്കൽ ഡ്യൂട്ടീസ്,
ഈ തിരക്കുകൾക്കിടയിലൊക്കെ ബാച്ചിൽ വന്ന യൂണിയൻ റെസ്പോൺസിബിലിറ്റീസ് കാരലിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അവസാനം ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ട ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ഡേയ്സ്, 5 വർഷത്തെ കഠിന പഠനത്തിൻ്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ പീരിയഡ്, എന്നാൽ ഡോക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അറിവും അനുഭവങ്ങളും കൈവരിക്കാൻ പറ്റിയ ഒരു വർഷക്കാലം. ഈ 6 വർഷത്തെ കലാലയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ജീവിതം. യൂണിവേഴ്സിറ്റി സമയങ്ങളിൽ വരാന്തയിൽ ഉറക്കമില്ലാതെ നടന്നതും ലേറ്റ് നൈറ്റ് കമ്പൈൻഡ് സ്റ്റഡീസും മെസ് ഹാളിൽ നിരുന്ന് അന്താരാഷ്ട്ര ചർച്ചകളും വാചകങ്ങളെല്ലാം we hold them very close to our hearts. 6 years happened in a blink of an eye, and this would have not been possible without the guidance, support and love of so many people. Firstly, I thank God Almighty. കഴിഞ്ഞ നാളുകളിൽ അതിശയകരമായി നടത്തിയത് വിധങ്ങൾക്കും പ്രതീക്ഷ വിട്ട സാഹചര്യങ്ങൾ ആശ്വാസം നൽകിയതിനും I am certain that all of you will agree that this journey was truly a miracle. We dreamed of this day and God made it happen. Our dear parents and family, this day we dedicate to you because this day is a return gift from us to you for your unwavering faith in us. ഓരോ എക്സാമിൻ്റെ തലേന്നും എന്നെയും കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുമ്പോൾ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചതിനും ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും താങ്ക് യു ആൻഡ് വി ലവ് യു സോ മച്ച്. Our dear teachers, ഞങ്ങൾക്കൊപ്പം നിന്നതിനും അറിവിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തന്നതിനും ഞങ്ങളെ ശകാരിച്ചതിനും ഞങ്ങളുടെ കൂടെ നിന്നതിനും ഫാർമസി എന്ന പുതിയ ലോകത്തേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിനും we will always be grateful for your guidance and care. Our principal, Dr. Santosh Matthew sir, thank you sir for guiding us through. തിയറിറ്റിക്കൽ നോളജിനുപരിയായി ഒരു പ്രൊഫഷണലായി എങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു നൽകിയതിനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ക്ഷമയോടെ ഞങ്ങളെ കേട്ടതിനും ഞങ്ങളെ പരിഗണിച്ചതിനും താങ്ക് യു സർ ഫോർ ബീയിങ് എ ഗ്രേറ്റ് മെൻറ്റർ. A special thanks to our vice principals, Dr. Malini S. ma'am and Dr. Jeenu Joseph ma'am for all your support and guidance. ഞങ്ങളുടെ സ്പിരിച്വൽ ഗൈഡൻസിന് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന ഫാദർ വർഗീസ് മണമേൽ ആൻഡ് ഫാദർ ആൻ്റണി ചെത്തിപ്പുഴ അച്ഛൻ ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ടു അവർ ഡിയർ എബി അച്ഛൻ. താങ്ക് യു അച്ഛൻ ഫോർ ഓൾ യുവർ സ്പിരിച്വൽ ഗൈഡൻസ്. എക്സാം കാലയളവിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും വചന സന്ദേശനവും ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ സ്വന്തം സിസ്റ്റേഴ്സ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് സ്വന്തം അമ്മമാരെ പോലെ ഞങ്ങളെ കൂടെ കൊണ്ടു നടന്നതിന്, എന്ത് പ്രതിസന്ധി വന്നാലും ഞങ്ങളുടെ കൂടെ നിന്നതിനും ഞങ്ങൾ പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ടതിനും മനസ്സിലാക്കിയതിനും ഒത്തിരി നന്ദി. സ്പെഷ്യലി ഫൈനൽ ഇയറിൽ ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് പുസ്തകങ്ങളിൽ നിന്നും നേടിയ അറിവുകൾക്കുപരിയായി എങ്ങനെ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് ഒരു ഹോസ്പിറ്റൽ സെറ്റിൽ വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ ക്ലിനിക്കൽ കോർഡിനേറ്റേഴ്സായിട്ടുള്ള മഞ്ജു മിസ്സിനും ഫേബ മിസ്സിനും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു ഫോർ അക്നോളജിങ് അസ് ആൻഡ് പുഷിങ് അസ് ബിയോണ്ട് അവർ കേപ്പബിലിറ്റീസ്. At last but not the least, to my dear friends that became family, a closely knit family of 30 that stayed with us and never let go of each other's side. To that amazing dance partner, that Viva partner, a lab partner, a great co-intern and a wonderful roommate. കളിച്ചും ചിരിച്ചും ചെറിയ പിണക്കങ്ങൾക്കിടെ this bond grew stronger and we will always be grateful for this friendship, togetherness and the bond we share. A special mention to the one and only guy in our batch, Dr. Jidin T. Skaria. Thank you for bearing with us. Sahichadinum vahichadinum ottiri nandi. You made it through and survived. So to all my fellow graduates, the Chrysatos fam, stand tall. It is because of your resilience and commitment that you have reached this far. So remember, behind all your memories, you have a lot of memories to cherish. Before you are all your dreams. Conquer it. Around you are people who love you. Be grateful for them. And within you is all you need. Embrace it and serve mankind. And when you have done all this, prayed and poured out your heart, trust God to do His part. Trust God even in the silence and even in the waiting, even when you're tempted to give up. Waiting means allowing God to write your story. His silence doesn't mean His absence. So never lose hope because it builds you up.
and God's plans are yet to happen in your lives. So one last time, on behalf of the Chrysatos family, ladies and gentlemen, it is a pleasure sharing this day and the past 6 years with all of you. Espoir 2K24, this is it. Thank you all and God bless you all. Thank you, Chechi. Wishing you all the best as well. Next, we call upon Mrs. Rani Manju, Organizing Secretary and Associate Professor, Department of Pharmacy Practice, Pushpagiri College of Pharmacy, onto the stage. A warm good afternoon to one and all present here. On behalf of Pushpagiri College of Pharmacy, I am glad to be standing here to express my sincere gratitude to all who assembled here. Beginning with gratitude to Almighty for giving us the strength for making this event a resounding success with a blessed climate. Next, I would like to thank His Grace Most Reverend Dr. Thomas Markurlos, Patron, Metropolitan Archbishop of Tiruvalla, who has blessed this event with his gracious presence and words of wisdom. Thank you, Pidave. And a special thanks to our chief guest, Dr. Vinod B. Thomas, Register Evaluations, Manipal University, for accepting our invitation and for being with us today. Thank you, sir. We are very fortunate to have Reverend Dr. Biju Verghese, CEO, Pushpagiri Group of Institutions, for taking his valuable time out of his busy schedule. Thank you, Acha. Next, I would like to thank Advocate K. Francis George, MP, Kottayam, for his valuable presence and memorable words. Thank you, sir. I am very happy to extend my sincere thanks to Mr. Robin Peter, President, Parent Teacher Association, Pushpagiri College of Pharmacy, for his presence and motivational words. Thank you, sir. It gives me immense pleasure to deliver vote of thanks to Reverend Father Ebi Vadakandala, Director, Pushpagiri Institutions, for your valuable guidance and prayers. Thank you, Acha. Now I would like to take this opportunity to place our hearty thanks to our head of the institution, Professor Dr. Santosh M. Matthews, for his valuable guidance and support. Thank you, sir. I also extend my sincere gratitude to Dr. Malini S., Vice Principal Administration, HOD, Department of Pharmacy Practice, and Dr. Ginu Joseph, Vice Principal Academics, for your valuable support. Thank you, madams. A special word of thanks to Dr. Sandra and Saji, student representative, who have delivered the speech of gratitude. Thank you, Sandra. Sincere thanks to Reverend Father Matthew Tundil, Administrator, Pushpagiri Medical College Hospital, Reverend Father George Veliyaparambal, Director, Pushpagiri Medical College, Reverend Father Matthew Puttambarayil, Director, Facility Department, Reverend Father Anthony Chettipuda, Spiritual Director, Pushpagiri College of Pharmacy, and all other Reverend Fathers, Sisters, guests from Pushpagiri Medical College Hospital, for making this event live by your presence. Thank you all. Heartfelt thanks to all parents and guardians for attending this ceremony and making it success. Thank you all. I also like to express my sincere gratitude to Elena Elizabeth and Kriba Mariam of 3rd Pharmacy and Mrs. Archana Vijay, Assistant Professor, Department of Pharmacy Practice, for mastering the ceremony. Thank you all. Last, I conclude by expressing my gratitude to the organizing team, event management, volunteers, light and sounds, and any other contributors that I have missed, who had made this event successful. Thank you. Once again, thank you. Thank you all. Thank you, ma'am. The closing hour has finally arrived. Tomorrow, a new challenge and opportunity wait our graduates that will further test their mettle as improving individuals. അവർ തങ്ങളുടെ യാത്ര തുടരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഏറ്റവും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും തിരിഞ്ഞു നോക്കാൻ സാധിക്കട്ടെ. जनगणमन अधिनायक जय हे भारत भाग्य विधाता
പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കട വംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे ലവ് ഫീസ്റ്റിനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. Right to left to signify your graduation. Congratulations.